ആ അതെ. ഇതിപ്പോ ഇത്തിരി പിന്നാലെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഇനിയും ഞാൻ ഇത്രയും കൂടി ഇതിപ്പോ ഓക്കെയാണോ ഈ ലൈറ്റ്? ഇപ്പൊ ഓക്കെയാണ്. നേരത്തെ ഭയങ്കര യെല്ലോയിഷ് ആണ്. കാണിച്ചു കൊടുത്തു എന്നൊക്കെയാണ് കുറെ ആൾക്കാർ പറഞ്ഞു പരത്തിയത്. അപ്പൊ അത് തെറ്റിദ്ധാരണയാണ്. ഞാൻ കാണിച്ചു കൊടുത്തത് തന്നെ സർജറി ചെയ്ത ഭാഗത്ത് വിത്ത് സ്റ്റിച്ച് അടക്കമാണ് ഞാൻ കാണിച്ചു കൊടുത്തത്. അപ്പൊ എന്നോട് ആ കുട്ടി പറയുകയും ചെയ്തു, ഓക്കെ ഓക്കെ, എന്തായാലും നിങ്ങൾ സുഖം പ്രാപിക്കട്ടെ, നന്നായിട്ട് ഹെൽത്ത് ഒക്കെ ഓക്കെ ആയിട്ട് വരട്ടെ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അവള് കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് അവള് പറയണത്. അവള് പറയണത് തുറന്നു കാണിച്ചു എന്നാ പറഞ്ഞല്ലാണ്ട് പൊക്കി കാണിച്ചു എന്നുള്ള വാർത്ത ആ കുട്ടി പറഞ്ഞിട്ടില്ല. ആ കുട്ടി പറയണത് തുറന്നു കാണിക്കേണ്ട ആവശ്യം എന്താണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തുറന്നു കാണിക്കണമെന്ന് പറയണതും പൊക്കി കാണിക്കണമെന്നുള്ളതിനും വ്യത്യാസമില്ലേ? കണ്ട, ഇതാണ് പറയണത്, താൻ ഇരുന്ന് മെനിപ്പുലേറ്റ് ചെയ്യുക. ഇയാള് പറയണത് എന്തെന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ കാണിച്ചിരുന്നു, സ്റ്റിച്ച് ഉൾപ്പെടെയാണ് കാണിച്ചതെന്നാ പറയണേ. അവർ കണ്ടിട്ടില്ല. ഇതിനകത്ത് ഹെലൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെയാ പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, സ്റ്റിച്ച് കാണിക്കുന്ന അളവിന് നിങ്ങൾക്ക് നിങ്ങളുടെ മാർബ്, ഞാൻ തന്നെ പറയാം, ഇതിപ്പോ ഇതിൽ കാണിക്കുന്ന സമയത്ത് ഞാൻ പറയാം, ഈ മാർബ് ഇത്രയും നിൽക്കുന്ന സമയത്ത് സ്റ്റിച്ച് വരുന്നത് ഇതിന്റെ അടിയിലാണ്. ഓക്കെ, ഈ അടിയിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് മേലെ ഭാഗം കൊണ്ട് ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് താഴത്ത് കാണാൻ പറ്റത്തില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഞാൻ പറയാം, എന്താണ്, ഞാൻ ചെയ്ത ഒരാളായതുകൊണ്ട് എനിക്ക് പറയാം, അടിയത്ത് അവിടെ കാണാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സ്റ്റിച്ച് കാണിക്കുന്ന പോലെയുള്ളത് നിങ്ങൾക്ക് ആർക്കും കാണിച്ചു കൊടുക്കാം. എന്താ പറഞ്ഞാൽ നിങ്ങളുടെ മാറ് മറയ്ക്കും. നിങ്ങൾക്ക് നല്ല ഒരു മാറാണ് നിങ്ങൾക്ക് വെച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാറിന്റെ താഴത്ത് കാണാൻ അത്ര ഈസി അല്ല. അല്ലേ? ഇറ്റ് ഈസ് അണ്ടർ ദ തിങ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഇത് താഴത്തേക്ക് നിൽക്കുന്ന സമയത്ത് അവിടെ അത്ര പെട്ടെന്ന്, അതും അവരൊരു ഗ്ലാൻസ് കൊണ്ട് നിങ്ങളുടെ സ്റ്റിച്ച് ചെയ്തതും കാണുന്നതും പറയാനും ഇത്രയും കാര്യങ്ങൾ പറയേണ്ട ആവശ്യം എന്തിനാണ്? ഫസ്റ്റ് ഓഫ് ഓൾ, ആരും ചോദിക്കാത്ത കാര്യം നിങ്ങൾ എന്തിനാണ് അവർക്ക് പോയി അവര് നിങ്ങൾ ചെയ്തോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തുറന്നു കാണിക്കണം എന്ന്. അപ്പൊ ഞാൻ അതുപോലെ നീ ഇപ്പൊ എത്ര പേർക്ക് ഞാൻ തുറന്നു കാണിക്കണം? ഞങ്ങൾ ആരും ഇതുപോലെ ചെയ്തിട്ടില്ലല്ലോ. ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള മെഡിക്കൽ റിപ്പോർട്ട് കാണിച്ചാൽ തന്നെ ഇതല്ലേ? ഇല്ല, അതും കൂടി കാണിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഈ ജാസി തന്നെ പറയുന്നുണ്ട്, ഞാൻ ആർക്കും ബോധിക്കേണ്ട ആവശ്യമില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞു. എനിക്കും എന്റെ പാർട്ട്ണറിന് മാത്രം അറിയേണ്ട കാര്യം, ഞാൻ മറ്റുള്ളവർക്ക് പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ ആള് പിന്നെ എന്തിനും ഒരാൾക്ക് പോയിട്ട്, അതും ഒരു 1 മില്യൺ അവർക്ക് അറിയും, ആ കുട്ടി എന്ത് സംസാരിക്കുന്ന അറിയും. നിന്റെ ഒരു നല്ല ഫ്രണ്ട്, ഇപ്പൊ ഇതേ പറഞ്ഞ ശ്രീലക്ഷ്മി ആണെങ്കിൽ അവർക്കാണ് ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരെവിടെയും വന്ന് പറഞ്ഞില്ലല്ലോ. അപ്പൊ ഈ കുട്ടീനെ നിങ്ങൾ പ്രൊവോക്ക് ചെയ്തതാണ് അല്ലേ? അപ്പൊ നിങ്ങൾ ഇതന്നെയാണ് ജാസിയുടെ പണി, മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്യുക. എന്നിട്ട് ആരെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ അതിനെ റിയാക്ട് ചെയ്യണത് അവരെല്ലാവരും എന്നെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ്, ഞങ്ങൾ എല്ലാവരും ഇതാണ്, അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇവരെ എതിരാണ്, ഇവർക്ക് തെറ്റ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിപ്പോ എന്താ അറിയും, ചെറിയ കുട്ടികളാണ് പറയുക. എന്തെങ്കിലും ചെയ്തിട്ട് നമ്മൾ അമ്മമാരുടെ അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏട്ടനും അനിയത്തിന്റെയും കൂടെ നിന്നിട്ട് അമ്മ ഇത് അവർ ചെയ്തു എന്ന് പറയുമ്പോൾ അവർക്ക് എങ്ങനെ നമ്മളോടൊരു ദേഷ്യം വരുമോ? ഇതുപോലെ ഒരു കുട്ടിക്കളിയാണ് കളിച്ചുകൊണ്ട് കിടക്കുന്നത്. ആരോട് പക വെക്കണം, ആരോട് പക വെക്കണ്ടെന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സമയത്തും കൂടിയിട്ട് 2 ലക്ഷം രൂപയാണെന്ന് സാരിയെ കുറിച്ച് പറയുന്ന സമയത്ത് തന്നെ തന്റെ ആ എക്സ്പ്രഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം, അവിടെ ഒരു നുണ പറച്ചിൽ കൂടെ ഒരു ചിരിച്ചിട്ടാണ് പറയുന്നത്. എന്താ പറഞ്ഞാ, ഈ ചോദിക്കുന്ന ആൾക്കാർക്ക് ചോദ്യത്തിന് ഒരു ഇത് പറയണം. എന്താണ്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും നാളെ അതിനൊരു 4 റീലിടില്ലേ? അവളുടെ സാരി 2 ലക്ഷം എന്ന് പറഞ്ഞു, അതിനുടനെ ആൾക്കാർ പ്രൂഫ് എടുത്തിട്ട് വരും. ഇതിപ്പോ മറ്റേതിലൊക്കെ എത്രയോ പേര് ഒരു വാച്ച് കാണിച്ചതിന് എത്രയോ പേര് വാച്ച് സെയിൽ ചെയ്തു. ഓക്കെ, നല്ലതാണെന്ന് ഞാൻ പറയാം. പക്ഷെ ഒരു വാച്ചിന്റെ വിലയെടുത്ത് എല്ലാവരും എടുത്ത് പുറത്തിട്ടു. $300, 500 പിന്നെ ദിർഹം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ, 3000 ഒന്നും ഇല്ല. ഈ മാല ഇത്രയ്ക്ക് വെറും 30 രൂപയ്ക്ക് കിട്ടും, 300 രൂപയ്ക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കാണിക്കാൻ തുടങ്ങി. ഇത് എന്തിനാണ് അങ്ങനത്തെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യം? ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത് ഇതിപ്പോ നിങ്ങൾക്ക് എന്തായിട്ടാണ് തോന്നുന്നത്? ഇത് ഇട്ടിരിക്കുന്നത് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അല്ല, എന്തിനിട്ടെന്നല്ല, അത് എന്താണെന്ന് അത് എങ്ങനത്തെ മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കണെന്ന് അറിയോ? വെള്ളി. ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ബോസ്റ്റ് ചെയ്യണമെന്ന് പറയും. ബട്ട് ദിസ് ഈസ് മെയ്ഡ് വിത്ത് ഡയമണ്ട്, വിത്ത് എന്റെ പിന്നെ ഇൻസ്ട്രക്ഷൻ കൊണ്ട് എനിക്ക് ഇതുപോലെ വേണമെന്ന് പറഞ്ഞിട്ട് GRT വിത്ത് ഡയമണ്ട് ആവുമ്പോൾ എൻ്റെ അടുത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്.
ഉണ്ടെന്ന് കാണിച്ചു തരാം. അതുപോലെ എനിക്ക് പ്രൂഫ് കാണിച്ചിട്ട് പറയണമെങ്കിൽ ഞാൻ പറയാം. ഹലോ, ഇതെവിടെ പോയി? പറയാണ്. അപ്പൊ ഞാൻ ഇത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും, ഇതുപോലത്തെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും, ഇതിന് ആരെങ്കിലും ഒരാൾ എന്താണെന്ന് ചോദിക്കുവോ? ചോദിക്കില്ല. എന്താ പറഞ്ഞിട്ട് എനിക്കത് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഡയമണ്ട് ഇട്ടോ, കല്ലിട്ടോ, നിങ്ങൾ എന്തിട്ടോ, അതിന് എന്ത് വില എന്ന് എനിക്ക് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇനിയിപ്പോ നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന് പ്രൂഫ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രൂഫ് ഉണ്ട്. ഇപ്പൊ ഡയമണ്ട്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരത്തില്ലേ? ഞങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ഇപ്പൊ പറയാക്കത്തില്ല, പൊയ്ക്കവിടുന്ന്. എന്താണ് ഇത്ര പ്രശ്നം? എന്താണ് പ്രശ്നം എന്നാണ് ചോദ്യം, രതീഷിന്റെ ചോദ്യം. ഹായ്. എഗെയിൻസ്റ്റ് എന്തായാലും കേസ് ഇടാൻ പോകുന്നുണ്ട്. അപ്പൊ അവിടെ കോർട്ടിലേക്ക് വിളിക്കുന്ന സമയത്ത് ഞാൻ അവിടെ തന്നെ പോയിട്ട് ഞാനും അവിടെ പോയി നിന്നിട്ട് അതിനുള്ള ബദല് കൊടുത്താൽ പോരെ? ഞാൻ എന്തിനാ വെറുതെ ആവശ്യമില്ലാണ്ട് ഇപ്പൊ കേസ് ഇടണം? എന്തായാലും എന്റെ പേര് അലിഗേഷൻ ഇട്ടിട്ടുണ്ട്, 10 പേരുണ്ട്. അപ്പൊ ഞങ്ങൾ 10 പേര് പോകുന്ന സമയത്ത് ഞങ്ങൾ പോയി സംസാരിച്ചോളാം. അപ്പൊ എനിക്ക് ആരൊക്കെ സംസാരിക്കാൻ വേണോ, ആൾക്കാരുണ്ടോ, ഞാനും നോക്കട്ടെ. അപ്പൊ ആൾക്കാർ വരട്ടെ, സത്യം എന്താണെന്നുള്ളത് പറയട്ടെ. ഇത്രയും ദിവസം നമ്മൾ ഈ മീഡിയന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇതിനൊരു ജസ്റ്റിഫൈ കിട്ടാണ്ടിരിക്കുന്ന കാര്യങ്ങള് കോർട്ടിൽ പോയിട്ട് കിട്ടണം എന്ന് അങ്ങനെ അവർക്ക് ആശയുണ്ടെങ്കിൽ അവർ പോട്ടെ, ഞങ്ങളും വരാം പിന്നാലെ. ഉള്ളിൽ തന്നെ ഞങ്ങളെ ചണ്ട കൂടണമെന്നും പറഞ്ഞിട്ട് ആൾക്കാര് അവിടെ കൊണ്ടുപോയി കേസ് കൊടുത്തെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ നമ്മുടെ ആൾക്കാർക്കാണ് അത് ബാധിക്കുക എന്നല്ലാണ്ട്. ഇന്നിപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, കാര്യമുണ്ട്. നിങ്ങളെല്ലാവർക്കും കൊടുക്കാമല്ലോ. നിങ്ങളൊക്കെയല്ലേ ഡാമേജ് ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ. ഞങ്ങൾ എന്തെന്നെ കമ്മ്യൂണിറ്റിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വന്നാലും ഞങ്ങൾ ആരും ആ ഒരു കാര്യത്തിൽ വന്നിട്ട് ഞങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എത്രയോ പേര് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു കാര്യത്തിൽ നിങ്ങളെയാണ് ഏറ്റവും കൂടുതൽ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ ആരെങ്കിലും അതിനൊരു സ്റ്റെപ്പ് എടുക്കൂ.